Hey all, Assalamu alaikum and Sabahi. Hope you're all doing great. Welcome back to a new vlog or welcome back to my channel. ഈ വ്ലോഗിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും. കാരണം ഇന്ന് എനിക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ പ്ലാൻഡ് ആൻഡ് ചെയ്യാനുണ്ട്. സോ ഐ തോട്ട് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക. ബിക്കോസ് ഒരു വർക്ക് ലൈഫ് പ്ലസ് എൻ്റെ ഓൺ കോണ്ടൻറ് ക്രിയേഷൻ ലൈഫ് ആയിരിക്കും നിങ്ങളിതിൽ കാണുക. കാരണം കൂടുതൽ ഇന്ന് പോകാനുള്ളത് എനിക്ക് ഷൂട്ട്സാണ്. ഷൂട്ട്സ് വർക്ക് ബേസിസിലും എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ബേസിസിലും ഷൂട്ട്സ് എനിക്ക് പോകാനുണ്ട്. സോ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ലൈക്ക് നിങ്ങൾക്കും കൂടെ കാണിക്കാം. ബിക്കോസ് എന്ത് വീഡിയോ ഇട്ടാലും എല്ലാവരും പറയണ്ടേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. സോ ഐ തോട്ട് ഇതും കൂടെ ലൈക്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടിടാന്ന്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ലാഗ് ചെയ്യുന്നുണ്ട്. കാരണം ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. ഒരു എഡിറ്റ് ചെയ്യാനും നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കണം. പക്ഷേ എല്ലാവർക്കും ഇപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഡിലേ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട്സ് ആണ്. സോ ദ ഫസ്റ്റ് ഷൂട്ട് നമുക്കുള്ളത് എൻ്റെ ബൂജോ സ്പ്രെഡാണ്. നവംബർ മന്തിലേക്ക് നമ്മൾ കടന്നല്ലോ. ആൻഡ് ദെൻ ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് ഷൂട്ട് ഉണ്ട്. പ്രോഡക്റ്റ് ഷൂട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ റെസിപ്പി വീഡിയോ, ഒരു ഹെൽത്തി ഡേറ്റ്സ് നട്ടി ബോളിൻ്റെ റെസിപ്പി വീഡിയോ. സോ ഇതാണ് നമ്മളെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മന്തിൽ ബൂജോ സ്പ്രെഡ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 3 കേട്ടോ. 3 ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എല്ലതും. അപ്പോൾ ഈ 3 ആണ് എനിക്ക് ബൂജോ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വീക്ക്ലി സ്പ്രെഡ് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ബൂജോൻ്റെ ഫസ്റ്റത്തെ സ്പ്രെഡ് മാത്രം, നവംബറിൻ്റെ സ്പ്രെഡ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. സോ ഈ ഒരു തീം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. വീട്ടിൽ വെക്കുന്നതായാലും കാണുന്നതായാലും ഗിഫ്റ്റ് ചെയ്യുന്നതായാലും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ ഗേൾസിനും ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാനും. അപ്പോൾ ഐ തോട്ട് ഈ ഒരു നവംബറിൽ ഞാൻ ഇതുവരെ ഉള്ള മന്ത്സിലൊന്നും ഒരു ഫ്ലവർ തീംഡ് ആയിട്ടുള്ളൊരു സ്പ്രെഡൊന്നും ചെയ്തിട്ടില്ല. ഓട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്, സൺറൈസ് സെറ്റ്, അങ്ങനെയുള്ള കുറേ തീംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്ലവർ തീം ഞാൻ ചെയ്തില്ല. സോ ഐ തോട്ട് അങ്ങനെ ഒരു തീം പിടിക്കാമെന്ന്. ആൻഡ് ഭയങ്കര മിനിമലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ എല്ലാ സ്പ്രെഡും ഭയങ്കര മിനിമലാണ്, സിമ്പിൾ ഡിസൈൻസ് ഉണ്ടാവുക. ഇത് പക്ഷേ എനിക്കെൻ്റെ ഇപ്പം ടു ബി ഹോണസ്റ്റ് 11 months ചെയ്തതിൽ ഈ ഒരു ചില മന്ത്സ് ഞാൻ സ്കിപ്പായിട്ടുണ്ട് കേട്ടോ. ഫുള്ളി കവർ ചെയ്ത് ഞാൻ പറയുന്നില്ല. ചില മന്ത്സ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നവംബറത്തേതാണ് എനിക്കിപ്പം കറൻ്റ്ലി ഏറ്റവും ഈ 11 months എടുക്കുകയെന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രെഡ്. കാരണം അത് ഔട്ട്കം വന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് കാണാൻ ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാതും കാണാം. ബിക്കോസ് ഇതാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് ഡേ വന്നാൽ ഷൂട്ട്സ് കൂടുതൽ ഞാൻ ഒരു ദിവസം ക്യാപ്ചർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പ്രോബബ്ലി എൻ്റെ മോർണിംഗ് ഹവേഴ്സൊക്കെ പോവാം. നൈറ്റിലായിരിക്കും പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം. മോർണിംഗിലൊട്ടുമിക്ക ടൈം ഇപ്പോൾ ഇങ്ങനെ പോയിട്ടോ. കാരണം ഞാൻ ഇതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത്ലി സ്പ്രെഡും വീക്ക്ലി സ്പ്രെഡൊക്കെ. വീക്ക്ലി സ്പ്രെഡ് അങ്ങനെ അധികം ടൈം ഇരിക്കാറില്ല. പക്ഷെ മന്ത്ലി ഒരു ന്യൂ മന്തിൻ്റെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. ബിക്കോസ് ഐ ലവ് ദാറ്റ് പ്രോസസ്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് എനിക്ക് അങ്ങനത്തെ പ്രോസസ്സസ് ഇഷ്ടമാണ് എന്നുള്ളത്. സോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് എനിക്ക് പ്രോഡക്റ്റ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കറൻ്റ്ലി നേരത്തെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പെർഫ്യൂം ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. പ്രോഡക്റ്റ് ഷൂട്ട് എനിക്ക് വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നത്. PR കൊളാബ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്ലാരിറ്റിയും ക്വാളിറ്റിയും നോക്കണം. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഷൂട്ട് നമ്മൾ കോണ്ടന്റിന്റെ പേർപ്പസിനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ ഇന്ന് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ട്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അത് ഡീറ്റെയിൽഡ് വീഡിയോ അല്ല ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു പെട്ടെന്നൊരു ഷോർട്സ് ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് ഞാൻ ഷുഗർ കട്ട് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ ക്രേവിങ്സ് വരാറുണ്ട് ഷുഗറിന്. ലൈക്ക് ഷുഗർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്വീറ്റ്നെസ് ഉള്ള സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കഴിക്കലില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ, അപ്പം ഞാൻ ഡേറ്റ്സ് ആണ് കഴിക്കില്ല. അപ്പം അങ്ങനെ കഴിച്ച് എനിക്ക് മടുക്കാൻ തുടങ്ങി ഡേറ്റ്സ് ഞാൻ പല രീതിയിലും കഴിക്കാറുണ്ട്. ഡേറ്റ്സും നമ്മളെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങൻ്റെ പീസസ് വെച്ചിട്ട് ഞാൻ കഴിക്കലുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, ആ ഒരു കോംബോ. അതേപോലെ ഡേറ്റ്സും നട്ട്സോ കഴിക്കൽ. അതിൽ നിന്നും മാറിയിട്ട് ഒരു ഡേറ്റ്സ് നട്ടി ബോൾസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരുമ്പം എനിക്കവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും തോന്നി. ആൻഡ് ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ നമുക്ക് ഡേറ്റ്സ് വേണം. പിന്നെ വേണ്ടത് നട്ട്സാണ്. നട്ട്സ് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇവിടെ കറൻ്റ്ലി കാഷ്യൂസും ആൽമണ്ട്സും ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പിസ്താഷ്യോ ആഡ് ചെയ്യാം, വാൾനട്ട്സ് ആഡ് ചെയ്യാം. എത്ര നട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ക്വാണ്ടിറ്റി ഞാൻ ഒന്നെങ്കിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോവ പൗഡർ വേണം. കൊക്കോവ പൗഡർ യൂസ് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റി ടേസ്റ്റ്, ഡേറ്റ്സിൻ്റെ മാത്രം ടേസ്റ്റാണ് കൂടുതലും ഇതിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ നട്ട്സ് നമ്മൾ കടിക്കുമ്പോഴാണ് നട്ട്സിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരും. അപ്പോൾ അത് മാറിയിട്ട് ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കൊക്കോവ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. ഈ ഒരു ഡേറ്റ്സ് റോളിൻ്റെ ടേസ്റ്റേ എൻഹാൻസ് ചെയ്യുന്നത് ഈ കൊക്കോവ പൗഡറും പിന്നെ നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മിസ് ഔട്ട് ചെയ്യാണ്ട് നോക്കണം. ഇത് മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. സാധാ ഒരു ഡേറ്റ്സിൻ്റെ ഫ്ലേവറിന്ന് വേറൊരു ചോക്ലേറ്റി ടേസ്റ്റ് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ക്രേവിങ്സ് നമുക്ക് അവിടെ പിടിച്ചെടുത്താൻ പറ്റും കേട്ടോ. ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഡേറ്റ്സ് കഴിക്കണം, നട്ട്സ് കഴിക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല ഓൾട്ടർനേറ്റീവാണ് ഈ ഒരു ഡേയിൽ കഴിക്കണമെങ്കിൽ 2 ഒരു ഡേയിൽ കഴിക്കുന്നത്. ഇറ്റ്സ് ടു ഗുഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് കറിയിട്ട് വേണ്ടത്. പിന്നെ സെസമേ സീഡ്സ് ഞാൻ ഇത് റോൾ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ലൈക്ക് ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് സെസമേ സീഡ്സിൽ റോൾ ചെയ്യാണ് ചെയ്തത്. സെസമേ സീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ള എള്ള്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് മെയിനായിട്ട്. പിന്നെ ബട്ടറും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൽ സെസമേ സീഡ്സ് റോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് പിസ്താഷ്യോ ക്രഷ് ചെയ്തെടുക്കാം, ഡെസിഗേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങാപ്പീര എന്നാണ് നമ്മളിവിടെ പറയുക, ആ സംഭവം നമുക്ക് എടുക്കാം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരുന്നത് കേട്ടോ അത് കഴിക്കുമ്പോൾ. ഞാനിവിടെ എടുത്തിട്ടുള്ള സെസമേ സീഡ്സ് ആണ്, ബിക്കോസ് ഇറ്റ്സ് ടു ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ എള്ള് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നമുക്ക് ആ എള്ളിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ മനസ്സിലാവില്ല. ഉണ്ട് എള്ളിൻ്റെ ടേസ്റ്റ്, പക്ഷെ നല്ല രസമുള്ളൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഇത് ബോൾസ് ആക്കിയിട്ട്, ഇത് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാനൊന്നുമില്ല. നമ്മളിതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഈ ബട്ടറും വാനില എസൻസും കൊക്കോ പൗഡറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കുക, ദെൻ റോൾ ഇറ്റ് ഇൻ ദ സെസമേ സീഡ്സ്. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. പക്ഷെ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിലും ഐ തിങ്ക് അവരിത് കഴിക്കും. ഇപ്പോൾ ഡേറ്റ്സ് ഇഷ്ടമല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സോ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് അറിയിക്കുക. സോ ഇതാണ് ഇന്നത്തെ ഒരു ഡേ. ആക്ച്വലി ഈവനിങ് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഈവനിങ് ആയി. പിന്നെ ഞാൻ വർക്കിനിരുന്ന് അത് കംപ്ലീറ്റ് ചെയ്ത്. സോ ഡേ ഈസ് കംപ്ലീറ്റ്. നൈറ്റിൽ പിന്നെ ഞാൻ കുറച്ച് വെറുതെ ഇരിക്കും. ലൈക്ക് എനിക്ക് കുറച്ച് ടൈം ഞാൻ സ്ക്രോൾ ചെയ്യും, കുറച്ച് ടൈം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആക്ച്വലി ഇതൊരു ഷൂട്ടിംഗ് വ്ളോഗ് ആയിരുന്നു, ടു ബി ഹോണസ്റ്റ്. ഞാൻ കോണ്ടന്റ് ക്രിയേഷനിൽ ഷൂട്ടിംഗ് ആണ് നമുക്ക് കൂടുതൽ ടൈമിൽ ഉണ്ടാവുക. പിന്നെ പ്രോഡക്റ്റ് ഷൂട്ട്സും കൂടെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെയും ഒരു എക്സ്ട്രാ വർക്ക് നമുക്ക് വരുന്നുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വീഡിയോ. സിമ്പിൾ യെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു, ബിക്കോസ് ന്യൂ എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഡേറ്റ്സ് റോളിൻ്റെത് ഞാൻ പുതിയൊരു റെസിപ്പി ട്രൈ ഔട്ട് ചെയ്തതാണ്. പ്രോഡക്റ്റ് ഷൂട്ട് ഒരു പെർഫ്യൂം ബ്രാൻഡിന് വേണ്ടിയിട്ട്, അതെനിക്ക് പുതിയതാണ്. നവംബറിലെ ബൂജോ എനിക്ക് ന്യൂ ബൂജോ സ്പ്രെഡാണ്. സോ ഇന്നൊക്കെ ഒരു ന്യൂ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു ഡേ ആയിരുന്നു. ആൻഡ് I feel so happy. See you in the next video. Till then, bye.